കേരളം രൂപപ്പെട്ടതിന് ശേഷം 2018 വരെ നമ്മൾ വലിയ ദുരന്തങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഒരു സുനാമി കണ്ടു, പക്ഷേ അത് കുറച്ച് തീരപ്രദേശത്താണ് വന്നത്. കൊല്ലം, തിരുവനന്തപുരം മുതൽ കൊല്ലം, ആലപ്പുഴ വരെയുള്ള പ്രദേശത്ത് വന്ന് വളരെ വലിയ മരണമൊന്നും നടന്നില്ല, നമ്മളതങ്ങ് കഴിഞ്ഞു. പക്ഷേ 2018 പ്രളയം എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന 1924 വന്ന 1999 പ്രളയം എന്ന് പറയുന്ന പ്രളയത്തിനെയും അതിജീവിക്കുന്ന രീതിയിൽ വലിയ പ്രളയം വന്നു 2018. പിന്നെ 16 ഓഖി വന്നു, അതിനു മുമ്പേ വരൾച്ച വന്നു. അപ്പോൾ 2016 മുതൽ 16 വരൾച്ച, 17 ഓഖി, 18 പ്രളയം, 19 വീണ്ടും പ്രളയം, പിന്നെ ഉരുൾപൊട്ടൽ, പുത്തുമല, കവളപ്പാറ, പിന്നെ അവസാനം ചൂരൽമല, മുണ്ടകൈ പ്രദേശം, പുഞ്ചിരിവട്ടം തുടങ്ങി കേരളത്തെ അലകം പിടിയും മാറ്റുന്ന രീതിയിലാണ് ഇവിടെ ദുരന്തങ്ങൾ വന്നത്. അതുപോലെ തന്നെ മേഘവിസ്ഫോടനങ്ങളൊക്കെ സംഭവിക്കുന്നത് കാട്ടിലാണ് അല്ലെങ്കിൽ ഹിമാലയൻ പ്രദേശങ്ങളിലാണെന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചു വെച്ചിരുന്നു. പക്ഷേ കളമശ്ശേരിയിൽ, എറണാകുളത്തെ കളമശ്ശേരി ടൗണിൽ വലിയ മഴ പെയ്തു. എന്താണ് ഈ മേഘവിസ്ഫോടനം? ചുരുങ്ങിയ സമയം കൊണ്ട് 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 മില്ലിമീറ്റർ മഴ ചെറിയ ഒരു സമയം കൊണ്ട്, 1 മണിക്കൂറിന് താഴെയുള്ള സമയം കൊണ്ട് പ്രദേശത്ത് പെട്ടെന്ന് പെയ്തെത്തുന്നതാണ്. നമുക്കറിയാം, കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞാണ് മഴ പെയ്യുന്നത്. നമ്മുടെ സാധാരണ ഇവിടെ പെയ്യുന്ന, കേരളത്തിൽ പെയ്യുന്ന മഴയുടെ മേഘങ്ങളെ നമ്മൾ കുമുലോ നിംബസ് മേഘങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കരയിൽ നിന്ന് മുകളിലേക്ക് കയറി ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന നമ്മളൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ അന്തരീക്ഷ വായുവൊക്കെ കൂടുതൽ നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു 8-9-10 കിലോമീറ്റർ വരെ മുകളിലേക്ക് പോകുന്ന, ലംബമായി കണക്കാക്കിയാൽ ആ പ്രദേശമാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തോട്ട് നോക്കിയാൽ മുകളിലേക്കുള്ള സ്ഥലമാണ് ഈ ട്രോപ്പോസ്ഫിയർ. അവിടെയാണ് ഈ എല്ലാവിധ വാതകങ്ങളുടെ അബ്സോർപ്ഷനും ആഗിരണവും എല്ലാം നടക്കുന്നത്. അത് ആ 8 കിലോമീറ്ററിനകത്ത് നിന്നാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്, കുമുലോ നിംബസ്. എന്നാൽ അപ്പോൾ ശക്തി കുറവായിരുന്നു മഴയ്ക്ക്. എന്നാൽ അത് 15 ട്രോപ്പോസ്ഫിയറും കടന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്കും കൂടി കടക്കുന്ന രീതിയിലേക്ക് കുറച്ച് മുകളിലോട്ട് പോയി ഒരു 15 കിലോമീറ്ററിന് മുകളിലേക്ക് മഴവെള്ളം നീരാവി പോയതിന് ശേഷമാണ് മഴ പെയ്യുന്നത്. അപ്പോൾ അത്രയും ഉയരത്തിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് വിടും പോലെ ഇരിക്കും. നമ്മൾ ഈ മുട്ട ഓംലെറ്റ് അടിക്കാൻ കൈ ഉയർത്തി പിടിച്ച് കല്ലിൽ മുട്ടയിട്ടാൽ അത് പൊട്ടിത്തെറിക്കുന്ന പോലെ അല്ല, സാധാരണ പതുക്കെ ഇട്ടാൽ സാധാരണയായിട്ട് നമുക്ക് ശബ്ദമൊന്നും ഇല്ലാതെ ഓംലെറ്റ് ഉണ്ടാക്കാം. ആ ഒരു വ്യത്യാസമുണ്ട്. വളരെ ഉയരത്തിൽ നിന്ന് കുമുലോ നിംബസ് ക്ലൗഡുകളിൽ അല്ലെങ്കിൽ മേഘങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മഴ നീരാവിയായി മേൽപോട്ട് പോകുന്ന ഇതിനെ വീണ്ടും മുകളിലോട്ട് വലിച്ചു കയറ്റുന്നത് അവിടെയുള്ള മരങ്ങളും അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ മലകളുടെ പൊക്കവുമൊക്കെയാണ്. അങ്ങനെ വലിച്ചു കയറ്റി നീരാവിയെ ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കൂടുമ്പോഴാണ് താഴേക്ക് ഇത് കൊണ്ടുവരുന്നത്. ആ ഭൂഗുരുത്വാകർഷണ ബലമാണ് ഈ മഴയെ താഴേക്ക് കൊണ്ടുവരുന്നത്, മഴത്തുള്ളികളെ താഴേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. അതായത് മോൾ ഭാഗത്ത് നിൽക്കുമ്പോൾ അവിടെ ചൂടുള്ള വായു വീണ്ടും പരമാവധി അവിടെ തന്നെ നിലനിർത്താനും തിരശ്ചീനമായും ലംബമായും ഈ മഴമേഘങ്ങളെ സഞ്ചരിപ്പിക്കും. പക്ഷേ ആ സഞ്ചാരപഥത്തിൽ വീണ്ടും ഐസ് കട്ടകൾ പോലെ പെട്ടെന്ന് തണുത്ത ഐസ് പോലെ ആകുമ്പോഴാണ് ഒന്നിച്ച് താഴേക്ക് വരും. അങ്ങനെ ഒന്നിച്ച് വരുന്നതിനെയാണ് മേഘങ്ങൾ പൊട്ടിയെന്നോ മേഘത്തെറിയെന്നോ പൊട്ടിത്തെറിച്ചതെന്നോ മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ 2 ഗ്രാമങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകളെ കാണുവാനില്ല, സൈനികരെ കാണുവാനില്ല, 5ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 ഗ്രാമങ്ങളാണ് എടുത്തു പോയിരിക്കുന്നത്. കേരളവും ഇതെങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ ഇനി എത്ര കാലം സുരക്ഷിതമാണ്? വയനാടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്, ഇടുക്കിയിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ അതുപോലെ മുല്ലപ്പെരിയാർ വലിയൊരു പ്രതിസന്ധിയായി, ഒരു പ്രതീകമായി നമ്മുടെ പെരിയാർ നിൽപ്പുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രദേശം പരിശോധിച്ചാൽ പരിസ്ഥിതി ലോലമായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം ഒന്നാകെ. ഇതുപോലൊരു പരിസ്ഥിതി ലോല പ്രദേശമായ ബദ്രിനാഥിലും കേദാർനാഥിലുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി. ഇപ്പോഴത്തെ ഈ വർഷം ഉണ്ടായ മേഘവിസ്ഫോടനം ഉണ്ടായ സ്ഥലവും പാരിസ്ഥിതികമായി ലോലമായിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവായ പ്രദേശമാണ്. അപ്പോൾ ആ തരത്തിൽ എക്കോസിസ്റ്റത്തിൽ പാരിസ്ഥിതികമായി സെൻസിറ്റീവായിട്ടുള്ള മലകളും പുഴകളും അതുപോലെ വളരെ വയലുകളും ഒക്കെ ഉള്ള ക്യാച്ച്മെൻറ്റ് ഏരിയയും ഒക്കെ ഉള്ള വളരെ വല്ലാത്ത പ്രദേശങ്ങളിൽ മനുഷ്യവാസവും വനനശീകരണവും ഭൂവിനിയോഗമാറ്റവും ഇതെല്ലാം ഇങ്ങനെ വരും. ഓരോന്നോരോന്നായിട്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് പുതിയൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ പുതിയൊരു ഇന്ത്യയെക്കുറിച്ചും ചിന്തിക്കണം. അവിടെ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കേണ്ടി വരും, പരിസ്ഥിതിയെ പഠിക്കേണ്ടി വരും, മഴയെ മനസ്സിലാക്കേണ്ടി വരും. കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ, ഇതാണ് പുതിയ മഴയുടെ രീതി. അപ്പോൾ അത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്, സംഭരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. വെയിലിനെ ചൂടിനെ പ്രതിരോധിക്കുന്നത് പഠിക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള കൃഷിരീതികളും വ്യവസായ മാർഗ്ഗങ്ങളും കാർഷിക മാർഗ്ഗങ്ങളും ജലസേചന രീതികളും മഴവെള്ള സംഭരണ മാർഗ്ഗങ്ങളും ഭൂജല പരിപോഷണ കാര്യങ്ങളും എല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രചരിപ്പിക്കേണ്ടി വരും. പലതും നിലവിലുണ്ട്,
അത് പ്രചരിപ്പിക്കേണ്ടി വരും, പുതിയത് കണ്ടുപിടിക്കേണ്ടി വരും. ആ നിലയിലുള്ള പ്രകൃതി അനിശ്ചിതമായ ഒരു നാച്ചർ ബേസ്ഡ് ആയിട്ടുള്ള വികസനത്തിലൂടെ പോയി ഒരു സുസ്ഥിര വികസനത്തിലേക്ക് നമ്മൾ പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും മാനവരാശിയുടെ മുന്നോട്ടുള്ള യാത്ര അതീവ ഗുരുതരം തന്നെയായിരിക്കും. കേരളത്തെയും കാത്തിരിക്കുന്നത്, വരാനിരിക്കുന്നത് ഒരു പിടി ദുരന്തങ്ങളാണ്.